രാവിലെ തന്നെ ധൃതിപ്പെട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തീർത്തു. വേറൊന്നുമല്ല, ഇന്നൊരു പ്രധാന ലക്ഷ്യമുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിൻ്റെ കട്ടി കുറയ്ക്കാൻ വേണ്ടി ബീവിക്കൊരു പാട്ട് വെച്ചു കൊടുത്തു. വാവയ്ക്ക് വേണ്ടി വാങ്ങിയ സ്ലീപ്പിംഗ് ബാഗുമായിട്ട് ഞങ്ങൾ നടക്കുക. ഇന്ന് എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായി അവളെ ഞങ്ങളുടെ കയ്യിലേക്ക് തരികയാണ് ഡോക്ടർ. ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോഴുള്ളൊരു ഫീലിംഗ് ഇല്ലേ, ആ ഫീലിങ്ങിലാണ് ഞങ്ങൾ രണ്ടുപേരും. ഈ ICUവിൻ്റെ ഉള്ളിൽ അമ്മയ്ക്കിരിക്കാം, പക്ഷേ അച്ഛൻ പുറത്ത് നിൽക്കണം. അച്ഛന് 24 മണിക്കൂറിൽ 1 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ. ഈ കാണുന്ന ബോർഡിൽ നിന്നും ബേബി ഓഫ് വർഷ എന്ന് പറയുന്ന പേര് ഇന്ന് മായ്ക്കും. കാരണം ഇന്നു മുതൽ അവൾ ICUക്ക് പുറത്താണ്. അങ്ങനെ ആ സ്ലീപ്പിംഗ് ബാഗും പൊതിഞ്ഞ് തങ്കക്കുടത്തിന് എൻ്റെ കയ്യിലേക്കാണ് നേഴ്സ് തന്നത്. ഒരിത്തിരി അസൂയോടുകൂടിയാണ് എന്നെ ആ സമയത്തൊക്കെ ബീവി നോക്കിയത്. ഓരോ അടി നടക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ അറിയോ, ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു സാധനവും താങ്ങി ഞാൻ ഇന്ന് വരെ നടന്നിട്ടില്ല. എൻ്റെ കുഞ്ഞനും പ്രിമച്ചുറായിരുന്നു, പക്ഷേ അവനൊരിക്കലും എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ല. പണ്ട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, പെൺകുട്ടികൾ വരുമ്പോൾ അച്ഛനൊരു പ്രത്യേക ഫീലിംഗ് ആണെന്ന്. ഞാനിപ്പോൾ അത് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ 2 പെൺപിള്ളേരും ഉറങ്ങണ കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. നാളെ മുതൽ ഞങ്ങളുടെ ദിനങ്ങളാണ്.